ശ്രീ പത്മനാഭ നാരായണ പത്മ. വിഷ്ണു സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കിടക്കുന്നു. വൈശംപായന ഋഷി പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് യുധിഷ്ഠിരൗവാച, യുധിഷ്ഠിരൻ പറയുകയാണ്. യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്. ആരോടാണ്? ഭീഷ്മ പിതാമഹരോട് ചോദിക്കുകയാണ്. കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം. കിമേകം ദൈവതം ലോകേ, കിമേകം ആരെയാണ്, ഏത് ഈശ്വരനെയാണ്, കിമേകം ഏകമായ ഏത് ഈശ്വരനെയാണ്, ദൈവതം ലോകേ ലോകായ ലോകത്തിൽ എന്നാണ്. ലോകേ എന്നാൽ ഈ ഒരു ലോകം എന്നും കരുതാം. ഈ ലോക ചരാചരത്തിൽ എല്ലാ ലോകത്തെയും ചേർത്താണ്. കിമേകം ദൈവതം ലോകേ. ദൈവതം എന്നാൽ ദൈവം എന്നുള്ള ഒരു അർത്ഥത്തിൽ എടുക്കരുത്. കാരണം ദൈവം എന്ന പദം വളരെ പിന്നെ വന്ന പദമാണ്, ആ വാക്ക് തന്നെ. ഇവിടെ ദൈവതം എന്നുള്ളത് രണ്ടർത്ഥത്തിൽ എടുക്കണം. ദൈവം എന്നുള്ളത് ഗോഡ് എന്നാണ് പറയുന്നത്. ആ വാക്ക് നമ്മൾ ഒരിക്കലും പറയാത്ത വാക്കാണ് സനാതന ധർമ്മത്തിൽ, പിന്നീട് ആഡ് ചെയ്യപ്പെട്ട വാക്കാണ്. എങ്കിലും ഇവിടെ ദൈവതം എന്നുള്ളത് സംഗീതാത്മകമായ ഒരർത്ഥത്തിലും കൂടെ എടുത്താൽ അതിന് പൂർണ്ണരൂപം കിട്ടും. നമ്മൾ സംഗീതത്തിൽ പഞ്ചമം ദൈവതം നിഷാദം എന്നാണ് പറയുന്നത്. പഞ്ചമം ദൈവതം നിഷാദം, അതായത് ദൈവതം എന്നുള്ളത് ഒരു വല്ലാത്തൊരു ഒക്ടേവാണ്, ഒരു ഭയത്തിന്റെ ഒരു ഒക്ടേവാണ്. ഭയം എന്ന് വെച്ചാൽ പേടി എന്നുള്ളതല്ല. ഈ വരി പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്, കിമേകം ദൈവതം ലോകേ, അങ്ങനെയാണ്. അപ്പോ യുധിഷ്ഠിരന്റെ ഉള്ളിൽ ഒരു ആദിയും വ്യാധിയും വന്നു പെട്ടു, പേടി തുടങ്ങി. ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ ഇനി ഞാൻ ഏത് ധർമ്മമാണ് ആചരിക്കേണ്ടത്? മഹാഭാരത യുദ്ധം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഘോര യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് അത്രയും ജഡങ്ങളും ആ ശവശരീരങ്ങളും ഭഗവാൻ കൃഷ്ണന്റെയും മുന്നിൽ നിന്നാണ് ഈ ചോദ്യം. അത്രയ്ക്ക് ഭയചകിതനായാണ് ചോദിക്കുന്നത്, ഉള്ളിൽ ഭക്തി ഉണ്ടെങ്കിൽ കൂടി ഭഗവാന്റെ സന്നിധിയിൽ വെച്ച്. കാരണം ഇനി ഏത് ധർമ്മമാണ് ഞാൻ ആചരിക്കേണ്ടത് എന്റെ പിതാമഹ ഈ ലോകത്തിൽ എന്നാണ് ചോദ്യം. അപ്പോൾ ആ ദൈവതം എന്നുള്ളത് ഒരു ഭയത്തിനെയും കൂടി ഉൾപ്പെടുത്തിയതാണ്. ദൈവം എന്നുള്ള അർത്ഥം മാത്രമല്ല, ദൈവതം ഏത് ദൈവത്തിങ്കൽ, അതായത് ദൈവം എന്നുള്ളത് ഒരു വഴിയും കൂടെയായിട്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് കിം ലോകേ എന്ന് പറയുന്നത്. കിം വാപ്യേകം പരായണം. കിം വാപ്യേകം, ഏത് ഏകമായ ആ സത്യധർമ്മത്തിലേക്ക്, ആ പരായണത്തിലേക്ക് ഞാൻ പോകണം. പരായണം, പാരായണം, പരായണം. പാരായണം നമുക്കറിയാം, നമ്മൾ പാരായണം ചെയ്യുന്നത്. ഇവിടെ പരായണം, പാരായണം എന്നുള്ള അർത്ഥത്തിൽ തന്നെ എടുക്കണം. എങ്കിലും മറ്റൊരർത്ഥം പരാശക്തി എന്നും നമ്മൾ പറയും. അപ്പോൾ പരാ, വേറെന്തോ ഒരിടം, വേറെ എവിടെയോ ഒരു ഇടം, അതായത് ഒരു സ്വർഗം എന്നുള്ളതല്ല. ആ ഇടം എന്നുള്ളത് നമ്മൾ എങ്ങനെ എത്തിച്ചേരും? പരായണം, പരായണം, പാരായണത്തിലൂടെ, നിത്യജപത്തിലൂടെ എത്തിച്ചേരുന്ന ഒരു ആറാം ഇന്ദ്രിയം, ആ ഇടത്തെയാണ് ദൈവതം. അപ്പൊ നമുക്ക് ഭയം ഉണ്ടാകുന്ന അവസ്ഥയാണ്. അപ്പോൾ സ്തുവന്തകം കമർച്ചന്ത പ്രാപ്നുയുർ മാനവാശുഭം. അങ്ങനെയുള്ള ആ ഏകമായ ധർമ്മത്തെ എങ്ങനെ ഞാൻ സ്തുതിച്ച്, അന്ധകരണത്തിൽ സ്തുതിച്ചുകൊണ്ടാണ്, അതാണ് സ്തുവന്തകം. അന്ധകരണത്തിൽ, ഉള്ളിൽ സ്തുതിച്ചുകൊണ്ട്, സ്തുവന്തകം കമർച്ചന്ത, അർച്ചന ചെയ്തുകൊണ്ട്. അപ്പോൾ ഉള്ളിൽ സ്തുതിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അർച്ചന ചെയ്യുക? പൂക്കളൊന്നുമില്ലാതെ. അതൊരു ചോദ്യം വരും. അർച്ചന എന്നാൽ നമുക്കറിയാം പൂവ് കൊണ്ട് ചെയ്യുന്നതാണ്, അല്ലെ? പുഷ്പം ഉണ്ടാവും അവിടെ, അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും ഉണ്ടാവും, ജലമാകാം, എന്തുമാവാം. അപ്പോൾ ഇവിടെ സ്തുവന്തക്കം, അന്ധകരണത്തിൽ ഞാൻ സ്തുതിച്ചുകൊണ്ട് അർച്ചന ചെയ്യുന്നത് എന്തിനെയാണ്, ആരെയാണ്? പ്രാപ്നുയുർ മാനവാശുഭം. ആരെ സ്തുതിച്ചുകൊണ്ട്, അന്ധകരണത്തിൽ ജപിച്ചുകൊണ്ട്, പ്രാപ്നുയുർ, പ്രാപ്തിയിൽ എത്തണം, അർച്ചന ചെയ്ത്, പ്രാപ്നുയുർ മാനവാശുഭം, ഈ ആയുസ്സിൽ മാനവനായ ഞാൻ, എനിക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് ആരിലേക്കാണ്? ഭീഷ്മ പിതാമഹ, എങ്ങനെ എത്തിച്ചേരും എന്നുള്ള ചോദ്യമാണ് ഈ വരികൾ. കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം സ്തുവന്തകം കമർച്ചന്ത
പ്രാപ്നുയുർമാനവാ ശുഭം.